അക്കൗണ്ടിലുള്ള 50,000 രൂപ നഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 1930 എന്ന നമ്പർ 1930 നമ്പർ 30 എന്ന നമ്പർ 1930 എന്ന നമ്പർ ആ നമ്പറിൽ ഉടനെ തന്നെ വിവരം അറിയിക്കണം. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അനധികൃതമായി തെറ്റായ രീതിയിൽ പണം നഷ്ടപ്പെട്ടു. അത് വിവരം അറിയിക്കുന്ന മുറയ്ക്ക് തന്നെ ഏത് അക്കൗണ്ടിലേക്കാണോ പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ അക്കൗണ്ട് ഫ്രീസ് ആവുകയും ആ അക്കൗണ്ടിൽ നിന്ന് ഏതൊക്കെ അക്കൗണ്ടിലേക്ക് എത്രത്തോളം പണമാണ് മാറിപ്പോയിരിക്കുന്നത് ആ അക്കൗണ്ടുകളൊക്കെ തന്നെ ഫ്രീസായി നിൽക്കാനുള്ള സൗകര്യവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാവിലെ വരെ കാത്തു നിന്നാൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവണമെന്നില്ല. അക്കൗണ്ടിൽ നിന്ന് ATM വഴി ചിലപ്പോൾ പൈസ എടുത്തു മാറ്റിക്കളഞ്ഞാൽ നമുക്കത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. 1930 എന്ന നമ്പർ എല്ലാവരും അറിയണം. പിന്നെ ഇന്നത്തെ ലോകത്ത് സൈബർ യുഗമായതുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്, ഏതെങ്കിലും ഫോണിൽ ഏതെങ്കിലും നമ്പറിൽ നിന്ന് സ്ഥിരമായി ഇങ്ങനെ അനധികൃതമായി വിളിച്ചുകൊണ്ട് ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വന്നാൽ എന്ത് ചെയ്യും? എല്ലാവരും അറിയണം. നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ, ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന അംഗങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഫോണിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ NCRP പോർട്ടൽ എന്ന അതിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ട് അതിൽ സൈബർ ക്രൈം എന്ന ഭാഗത്ത് ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായും ഒരു വെബ് പേജ് കാണാൻ കഴിയും. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ എന്ന വെബ് പേജ്. ആ വെബ് പേജിൽ നിങ്ങൾ നിർബന്ധമായും ലെഫ്റ്റ് സൈഡിൽ കാണാൻ കഴിയും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ടാവും. കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഉള്ള സ്ഥലത്ത് ഏതെങ്കിലും അനധികൃതമായ ഫോണിൽ നിന്നാണ് കോൾ വരുന്നതെങ്കിൽ ആ ഫോൺ നമ്പർ നിങ്ങൾ അവിടെ കുറിച്ചിടുക. ഏതെങ്കിലും അക്കൗണ്ടിലൂടെ പൈസ അടിച്ചു മാറ്റിയതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ അവിടെ നൽകുവാൻ നിങ്ങൾക്ക് കഴിയും. ഇങ്ങനെ നമ്പറുകൾ നിങ്ങൾ ഓരോരുത്തരും സമൂഹത്തിൽ ഓരോരുത്തരും ഇങ്ങനെ തെറ്റായ നമ്പറുകൾ അവിടെ രേഖപ്പെടുത്തുന്ന മുറയ്ക്ക് ഇത് ഫോൺ കമ്പനികൾ കൃത്യമായി ഒറിജിനൽ ഐഡിയോടുള്ള ഫോണുകളാണോ സത്യസന്ധമായ ഫോണുകളാണോ എന്ന് നിരീക്ഷിച്ചുകൊണ്ട് അത് ഇല്ലാതാക്കുവാൻ, ഫോൺ പ്രവർത്തനരഹിതമാക്കുന്ന പ്രവൃത്തി കൂടി ചെയ്യുമെന്ന് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കണം. ഇത്തരം അപകടകരമായ പണം നഷ്ടപ്പെടൽ അതുപോലെ തന്നെ മറ്റു സാധ്യതകളൊക്കെ വരികയാണെങ്കിൽ ഇത്തരം അറിവുകൾ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലൂടെ നമുക്ക് നേരിട്ട് പരാതികൾ കൈകാര്യം ചെയ്യുവാനുള്ള സൗകര്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിലൂടെ ഒട്ടനവധി കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നത് പോലും തടയാൻ കഴിയും. ഇനി നമ്മുടെ ഫോണിലൂടെയൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജുകൾ വരുന്ന സമയത്തും ഇത്തരം കാര്യങ്ങൾ നമുക്കറിയണം. ഫോൺ ഡിജിറ്റൽ ഉപകരണമായതുകൊണ്ട് ഇന്ന് നമ്മൾ സമൂഹത്തിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോണിലൂടെ പലതരത്തിലുള്ളതായ മെസ്സേജുകൾ പാസ് ചെയ്യുന്നതാണ്. ഈ സമയം അതിക്രമിച്ചെങ്കിലും ഈ സമയത്ത് പറയാൻ കാര്യമെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഏതെങ്കിലും കുട്ടിയുടെ ഫോട്ടോയോ വീഡിയോ അതുപോലെ തന്നെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ നമ്മൾ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആളെ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്തിൽ ഇത് കൃത്യമായി പോലീസാണ് നൽകുന്നതെങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെ ഷെയർ ചെയ്യേണ്ടതുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഡിജിറ്റൽ എവിഡൻസ് നിലനിൽക്കുന്നതാണ്. ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നുകൂടി ഇതോടൊപ്പം തന്നെയാണ് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട DCP സാർ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുമെന്ന് കരുതുന്നു. സാറിത വന്നുകൊണ്ടിരിക്കുകയാണ്. സാറിനെ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം.